ഒന്ന് അനങ്ങി നടന്നു പോയോ? എത്ര നേരമായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു? ആണോ? അല്ല, കുറെ വിവരമില്ലാത്തവന്മാരെല്ലാം കൂടെ ഒരു നാട്ടിൽ നിന്ന് ജനിച്ച്. ക്യാപ്റ്റന് ചില പവർ ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. നേരത്തെ എന്നെ എന്തൊക്കെയോ പറഞ്ഞല്ലേ, അതൊന്ന് മാറ്റി പറഞ്ഞാൽ നമുക്ക് വാതിൽ തുറക്കാൻ. ഒരിക്കലുമില്ല. ഇതിനൊരു ന്യായം വേണ്ടേ? അല്ലെങ്കിലും ഈ പെണ്ണിന് ഈയിടായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ? അഹങ്കാരം ക്യാപ്റ്റൻ സൂപ്പറാന്ന് മാത്രം ഒരിക്കലുമില്ല. എന്താ ഇഷ്ടാ? നേരത്തെ എന്നെ ഭയങ്കരമായിട്ട് വളരെ മോശമായിട്ട് ഒരു ക്യാപ്റ്റനോട് പറയാൻ പാടില്ല അതൊക്കെ പറഞ്ഞല്ലേ. പറയോലോ. സത്യത്തിന് നിനക്ക് നല്ല 2 തല്ലിന്റെ കുറവുണ്ട്. ആ 2 തന്നാലൊന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന് മാറ്റി പറഞ്ഞാൽ മതി. വെറും മോശം ക്യാപ്റ്റൻ തന്നെയാണ്. നല്ലത് പറഞ്ഞിട്ട് ഇവിടെ മര്യാദ നിർത്തൂല. വളരെ മോശം ക്യാപ്റ്റൻ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എന്തൊക്കെയോ പറഞ്ഞ് ചീഞ്ഞ് നാറിന്നൊക്കെ പറഞ്ഞിട്ട് എങ്കിൽ നിങ്ങൾ അവിടെ തന്നെ കിടന്നു. നീ എന്നെ മര്യാദ പഠിപ്പിക്കണ്ട. എന്നെ അങ്ങോട്ട് ഇറങ്ങി വന്ന മോറിയാൻ അടിച്ച് പൊളിക്കും പന്നി. ഈ മാതിരി ചീപ്പ് ഷോ നീ അവിടെ തന്നെ കിടക്കടാ. നീ അവിടെ തന്നെ കിടക്കും. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. ബിഗ് ബോസ്, ഞങ്ങൾക്ക് വാശനം പോണം. എന്നോട് സോറി പറയാതെ ഞാൻ തൊക്കത്തില്ല. നിന്നെ ഇവിടെ ഓടിച്ചില്ലെങ്കിൽ ഞാനൊരു പട്ടി പോലെ ഇങ്ങനെ നടക്കൂടി. ഒരാഴ്ചക്ക് ഓടിക്കൂടി നിന്നെ. ഷാനവാസ് എന്റെ മുഖത്ത് മാവെടുത്തെറിഞ്ഞു. ക്യാപ്റ്റന് യാതൊരു വിലയുമില്ല. ഒരു സൈഡിൽ നിന്ന് ഓരോന്ന് കരക്കടുപ്പിക്കുമ്പോഴാണ് ഓരോ ഉടായ്പ പരിപാടികൾ. ക്യാപ്റ്റൻ പെണ്ണായി പോയതുകൊണ്ട് അനുസരിക്കില്ല എന്നുള്ള ദാഷ്ട്യത്തോടെയാണ് ഇങ്ങനെ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊന്നും മര്യാദക്കൊക്കെ ഒന്ന് നടന്നുകൂടെ? നിങ്ങളെ പറ്റി മൊത്തം പ്രശ്നമാണല്ലോ. കളിയാക്കലും ചീത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതാണ്. കളിയാക്കല് മാത്രമാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ നിന്റെ അടുത്ത് തുറന്നു കൊടുത്തു. എരിയുന്ന തീയിൽ എണ്ണ പകരണോ സഹോദരിമാരെ? നിന്റെ കോൺഫിഡൻസ് കുറച്ച് ഓവറാണ് കേട്ടോ. നിങ്ങളെയൊക്കെ ലാളിച്ച് ചീത്തയാക്കിയോന്നാ എന്റെ സംശയം. ഇതിന് സോറി കിട്ടാതെ ഞാൻ തോക്കില്ല ബിഗ് ബോസ്. അല്ലെങ്കിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത അനീഷിന് മാത്രം പുറത്തിറങ്ങാമെന്ന് പറഞ്ഞ് ഷാനവാസിന് പുറത്തിറങ്ങാൻ പറ്റില്ല വിത്തൗട്ട് സോറി. പക്ഷെ ഓരോ ശത്രുവും അർഹിക്കുന്ന യുദ്ധമുറയുണ്ട്, അതേ പ്രയോഗിക്കാവൂ. അല്ലാതെ AK-47 എടുത്ത് ആരും ഫയർ ചെയ്യാറില്ല. ഞാൻ കഷ്ടപ്പെട്ട് നേടിയതാണ് ക്യാപ്റ്റൻസി. എനിക്ക് കിട്ടേണ്ട റെസ്പെക്ട് ആസ് എ ക്യാപ്റ്റൻ എനിക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ തോക്കത്തുള്ളൂ ബിഗ് ബോസ്. അല്ല, ഞാൻ തോക്കില്ല ബിഗ് ബോസ്. കൂടെ നടക്കുന്നവരാ ചതി കാണിക്കുന്നത്. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ. ആരുടെയും പ്രാഥമിക ആവശ്യങ്ങൾ നിഷേധിക്കാൻ സാധിക്കില്ല. ബിഗ് ബോസ് അപ്പൊ ക്യാപ്റ്റനെ ഇൻസൾട്ട് ചെയ്യുന്നതോ വലിച്ചെറിയുന്നതോ? ഈ പെണ്ണുങ്ങൾക്കാണ് നിയമം സപ്പോർട്ടെന്നും പറഞ്ഞേ ഈ രണ്ടും പറ്റൂല എന്നുള്ള ഇവിടെ നടക്കൂലേ. വാഷ്റൂമിൽ പോയി എത്രയും പെട്ടെന്ന് തിരികെ വരണം. അല്ലെങ്കിൽ എനിക്കറിയാം ഞാൻ തന്നെ കൊടുക്കണം. അനീഷേട്ടനെ ഓർത്ത് മാത്രം. അയ്യോ, എനിക്കാണ് പ്രശ്നം. അയ്യോടാ, മനസ്സിലായി. പക്ഷെ എനിക്കൊരു സംശയം. ഞാൻ എന്തിനാ ജനിച്ചെന്ന്? ഇതിനൊക്കെ തന്നെ താനല്ലാതെ ഇതൊക്കെ ഭംഗിയായി ചെയ്യാൻ വേറൊരു സ്ഥാനാർത്ഥിയില്ല ഈ ഭൂലോകത്ത്. മനസ്സിലായോ?